ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ അശ്വതി സ്ട്രീം വിത്ത് നിധി. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമുക്ക് എന്തായാലും അധികം നീട്ടാതെ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കിടക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന. ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ കണ്ടിട്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ചുറ്റിനും, ഇപ്പം ഞാനുൾപ്പെടെ ഒരു പരിധിവരെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് സമൂഹത്തിലെല്ലാവരും. പക്ഷേ ഇൻഫ്ലുവൻസൊക്കെ ആവാം, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് ഒരു പരിധി വിട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും സോഷ്യൽ മീഡിയ പിടിച്ച് കൊണ്ടുവന്ന് അവിടെ അതിനെ ഒരു പ്രദർശനമാക്കി നമ്മുടെ ജീവിതം മാറ്റുക എന്നത് ഒട്ടും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ സ്വകാര്യത ഉള്ള കാര്യങ്ങൾ സ്വകാര്യമാക്കി വെക്കണം, സ്വകാര്യത അർഹിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും സ്വകാര്യമാക്കി വെക്കണം. ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, ഇപ്പോൾ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പം വയറുമായിട്ട് ഗർഭിണികൾ ആ വയറ് വെളിയിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്താണ് ഭർത്താക്കന്മാർ ഉമ്മ വയ്ക്കുന്നു, ബന്ധുജനങ്ങൾ ഉമ്മ വയ്ക്കുന്നു, അതിൻ്റെ അകത്ത് ചിത്രം വരയ്ക്കുന്നു, കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് കാണിക്കുന്നു. ഇതൊക്കെ ഒരു നല്ലൊരു കാര്യമാണെന്ന് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഞാനും 2 കുട്ടികളുടെ അമ്മയാണ്. എല്ലാവരും എന്താണ് ഒരുവിധം സ്ത്രീകളെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മമാരാണ്. സ്ത്രീ എന്നതിൻ്റെ ഒരു സങ്കല്പം എന്ന് വെച്ചാൽ അമ്മ എന്ന് പറയുമ്പോഴാണ് സ്ത്രീത്വം ഏറ്റവും പരിപൂർണതയിലെത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും ഇതാവുന്ന ഒരു സ്ത്രീത്വത്തിനൊരു പരിപൂർണത എന്ന് പറയുന്നത് അമ്മ എന്ന സങ്കല്പം ആണ്, അല്ലേ? അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ എൻ്റെ കൺസെപ്റ്റാണ് പറയുന്നത്, നമ്മൾ അമ്മയാവാൻ പോകുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ്. നമ്മൾ അതുവരെ ആരായിരുന്നു, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് പുതിയൊരാളായിട്ട് മാറുന്നതാണ് നമ്മളിപ്പം ഒരമ്മയാവാൻ പോകുന്നതിൻ്റെ ഒരു തയ്യാറെടുപ്പ്. അപ്പം നമ്മളെയൊക്കെ, എൻ്റെ അമ്മയുടെയൊക്കെ ജനറേഷനിൽ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കുടുംബത്തിലെ മുതിർന്ന പുരുഷന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുടെ അടുത്തൊക്കെ, ഇപ്പം എൻ്റെ മുത്തച്ഛൻ അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ അവർ ക്യാരിയിങ് ആണ് എന്ന് പറയുന്നത് വളരെ അടക്കത്തോടും ഒതുക്കത്തോടും, ഇങ്ങനെ ഏതെങ്കിലും ഒരു മുതിർന്ന ഒരാൾ ചെന്നിട്ട് ഒരു പ്രായമുള്ള ഒരാൾ ചെന്ന് വിശേഷമുണ്ട് കേട്ടോ, ഓക്ക് വിശേഷമുണ്ട് എന്നിങ്ങനെ പറയുന്നൊരു രീതിയായിരുന്നു അന്നൊക്കെ ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാനിപ്പം വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നതുകൊണ്ടൊക്കെ ഇരിക്കണേ, അമ്മ ഒരിക്കലും ഇത്രയൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ആയല്ല, ചുമ്മയല്ല ഈ വെള്ളപ്പൊക്കവും സുനാമിയും പ്രളയവും ഇതൊക്കെ വരുന്നത്, ആൾക്കാർ ഇതൊക്കെയല്ലേ കാണിച്ചു കൂട്ടുന്നത്, പിന്നെ ഇതൊക്കെ വന്നില്ലെങ്കിലല്ലേ ഉള്ളൂ ഈ വയറുമായിട്ടൊക്കെ ഗർഭിണികൾ ഇങ്ങനെ നിൽക്കേണ്ടത്, ഇങ്ങനെ പ്രദർശിപ്പിക്കേണ്ടതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഒരു പരിധി വരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം കല്യാണം കഴിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും പ്രഗ്നൻ്റ് ആവും, പ്രസവിക്കും, കുട്ടികളുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്, നാച്ചുറലാണ്. അതിങ്ങനെ തുറന്ന് കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പം ഗർഭകാലത്ത് നല്ല സന്തോഷമുള്ള മൊമെൻറ്റ്സൊക്കെ നമുക്ക് ഒരുപാടുണ്ടാവും. അപ്പോൾ ഈ സന്തോഷമുള്ള മൊമെൻറ്റ്സൊക്കെ നമ്മളൊന്ന് ക്യാച്ച് ചെയ്ത് വയ്ക്കുന്നത് നമുക്ക് എന്നെന്നും കാണാനായിട്ട് വളരെ സന്തോഷമായിരിക്കും, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല സ്വകാര്യമായിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് സൂക്ഷിച്ചാൽ പോലും. ഇതിങ്ങനെ നാട്ടുകാരെ മൊത്തം പബ്ലിക്കായിട്ട് കാണിച്ച് അത് നമുക്കത് വീഡിയോ ആക്കി കണ്ടൻറ് ഉണ്ടാക്കി അത് റീച്ച് കിട്ടാനും നമുക്ക് വൈറലാവാനും വേണ്ടി ഇങ്ങനെയൊക്കെ തികച്ചും വൾഗറായിട്ട് ആരെന്ത് പറഞ്ഞാൽ അതൊന്നൊരു പ്രശ്നമല്ല. ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഹെൽത്തിനെ അതെങ്ങനെ ബാധിച്ചാലും അതൊന്നൊരു പ്രശ്നമില്ലെന്നൊക്കെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെയൊക്കെ എനിക്കിപ്പം ആദ്യത്തെ കുഞ്ഞിനിപ്പം 12 വയസ്സ്. അപ്പോൾ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കും, ഈ വയറിൻ്റെ ഒരു ഫോട്ടോ. നമ്മൾ ഈ വയറ് കാണൽ ചടങ്ങെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൂർണ്ണ ഡ്രസ്സ് ഇട്ടുകൊണ്ടൊരു ഫോട്ടോ എടുത്ത് വയ്ക്കും. എന്തോത്തിനാണ്? നമുക്കത് കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരുമ്പോഴത്തേക്ക് ഇതാണ് മോള് വയറ്റിലുണ്ടായിരുന്ന സമയത്ത് അമ്മയുടെ ഫോട്ടോ എന്നിങ്ങനെ കാണിക്കാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്നു. അല്ലാണ്ട് നമ്മളൊന്നും ഇങ്ങനെ വയറൊക്കെ തുറന്ന് കാണിച്ച് പ്രദർശിപ്പിച്ച് ഇതാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ വളരെ സ്വകാര്യമായിട്ട് വെക്കേണ്ട കാര്യങ്ങളെന്ന് തന്നെയാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടൊക്കെ നല്ലതാണ്. അത് വസ്ത്രം ധരിച്ച് സാരിയൊക്കെ ഉടുത്ത് ഒരുപാട് ഫോട്ടോഷൂട്ട് സിനിമ നടിമാരും സെലിബ്രിറ്റീസൊക്കെ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. മാന്യമായ വസ്ത്രം ധരിച്ച് എടുത്തോട്ടെ, അത് ആഗ്രഹമുണ്ട്, വളകാപ്പ് ചടങ്ങും അങ്ങനെയൊക്കെ എടുത്തോട്ടെ. പക്ഷേ ഇത് നേക്കഡായിട്ട് ഫുൾ ബോഡിയല്ല, വയറ് ഫുള്ള് നേക്കഡായിട്ട് ഇങ്ങനെ തുറന്ന് കാണിച്ച് ഇങ്ങനെ പ്രദർശിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇതൊക്കെ വെറും പ്രഹസനമെന്നല്ലേ പറയാൻ പറ്റൂ. ഇതൊക്കെ ഒരു സന്തോഷമാണ്, അല്ലെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിട്ട് നല്ലൊരു പ്രവണതയായിട്ട് നമുക്കത് കാണാനായിട്ട് പറ്റത്തില്ല. ഈ ബിഗ് ബോസിൽ അഭിലാഷ് എന്ന് പറയുന്നൊരു കണ്ടസ്റ്റൻറ്റിന് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റാണ്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു അദ്ദേഹം. പക്ഷേങ്കിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ആയിട്ടുള്ള പ്രഗ്നൻ്റാണ്, ഗർഭിണിയാണ്.
അവരുടെ ഒരു ഫോട്ടോഷൂട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്ക്ഡായിപ്പോയി. എന്തൊക്കെ പ്രപഞ്ചങ്ങൾ, പ്രഹസനമൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ നാട്ടിലൊരു ഭാഷ പറയും പ്രപഞ്ചങ്ങളൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന്. എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടുന്നതെന്ന്. വയറ്റിൽ ഉമ്മ വയ്ക്കുന്നു, കൊച്ചിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കുന്നു, അതിൻ്റെ അകത്ത് പടം വരയ്ക്കുന്നു, ഇനി എന്തിനൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മൊത്തം അതിൻ്റെ അകത്ത് അങ്ങ് ചെയ്ത് കൂട്ടി വയ്ക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരു സമയത്ത് കേരളത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ ആയിട്ട് അനുവാദമില്ല, അപ്പം അവർ മേൽമുണ്ട് ധരിക്കാനായിട്ട് സമരം നടത്തി എന്നൊക്കെ ഞാൻ ഹിസ്റ്ററിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ അമ്മയുടെ മുത്തശ്ശിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ചരിത്രം കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോഴുള്ള സ്ത്രീകളെന്ന് വെച്ചാൽ എത്രത്തോളം കാണിക്കാമോ, പുറത്ത് കാണിക്കാമോ, നമ്മൾ മൂടിക്കെട്ടി നടക്കേണ്ട സാധനങ്ങൾ, നമ്മൾ അടച്ചു വെച്ച് സൂക്ഷിച്ച് കൊണ്ടു നടക്കേണ്ട സാധനങ്ങൾ എത്രത്തോളം പുറത്ത് കാണിച്ച് പ്രപഞ്ചം കാണിക്കാമോ, പ്രഹസനം കാണിക്കാമോ, അതിലാണ് മോഡേണിറ്റി. ഇന്ന് നമുക്കിപ്പം കാണാൻ പറ്റും, സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കൊച്ചു പിള്ളേരുൾപ്പെടെ എത്രത്തോളം തുറന്ന് കാണിക്കാമോ അത് തുറന്ന് കാണിക്കണം. അതാണ് അവരുടെ സ്ത്രീത്വം. എന്താണ് സ്ത്രീ ശാക്തീകരണം എന്നത് വസ്ത്രമില്ലായ്മയിലൂടെ കൊണ്ടുവരുന്ന നഗ്നത പ്രദർശിപ്പിക്കുന്നതിലൂടെയാണ് ഇപ്പോഴത്തെ സ്ത്രീ ശാക്തീകരണത്തിന് വേറൊരു ലെവലാക്കി മാറ്റിയിരിക്കുന്നത്. ഈ സ്ത്രീ ശാക്തീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നഗ്നതാ പ്രദർശനമാണോ? അത് ആരാണ് നിയമം നടപ്പിലാക്കിയെന്നോ നിയമം ഇറക്കിയെന്നോ എനിക്കറിയത്തില്ല. അതാ ഒരു കൂട്ടം സ്ത്രീകൾ ഇങ്ങനെ തീരുമാനിച്ചിട്ട് സ്ത്രീ ശാക്തീകരണം എന്നതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത് അർദ്ധനഗ്നരായിട്ട് നടക്കുക, അകത്ത് വയ്ക്കേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ പുറത്ത് കാണിച്ച് നടക്കും. ഇതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. സ്ത്രീ ശാക്തീകരണം, സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തം, അതൊക്കെ ഓക്കെ കൊള്ളാം, ശരി, സംഭവം എല്ലാം നല്ലത് തന്നെ എന്ന് വിചാരിച്ചിട്ട് സ്ത്രീകൾ ഇത്രയും നാളും എന്താണോ വസ്ത്രം ധരിച്ചിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ശരീരം മറിച്ചിരുന്നത് അതിനൊക്കെ മാറ്റി ഇതെല്ലാം തുറന്ന് കാണിച്ച് ഒരു പ്രഹസനമായിട്ട് നടക്കേണ്ട ഒരു കാര്യമുണ്ടോ? ഇപ്പം മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടാണെങ്കിലും അത് പോട്ടെ, സേവ് ദ ഡേറ്റ് ആണെങ്കിലും എന്താണ്, പണ്ട് കാലത്തൊക്കെ കുടുംബത്തിലുള്ള ഒരു കല്യാണാലോചന, ഒരു നിശ്ചയം, ഒരു കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നിശ്ചയം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. പിന്നെ കല്യാണ തലേന്നത്തെ സ്വീകരണം, പിന്നെ കല്യാണം, പിന്നെ അങ്ങനെയാണ് ചടങ്ങ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഫസ്റ്റ് നൈറ്റിന് മുമ്പ് തന്നെ സേവ് ദ ഡേറ്റ് എന്നും പറഞ്ഞൊരു ചടങ്ങ് ഇപ്പോൾ എന്തായാലും നടക്കുന്നുണ്ട്. ഫസ്റ്റ് നൈറ്റ് നടന്ന കണക്ക് തന്നെ ഏതാണ്ട് എല്ലാം അങ്ങ് നടക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ പുച്ഛമാണ് തോന്നണം. ഒരു കൂസലുമില്ലാതെ നല്ല സംസ്കാര സമ്പന്നരായ പാരൻസും കൂടി ഇത് അംഗീകരിക്കുന്നത്, അതാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്തത്. മൂക്കും ഉരസിയിരിക്കും, ചുണ്ടും ഉരസിയിരിക്കും, കവളും ഉരസിയിരിക്കും. പിന്നെ ഇനി കല്യാണം കഴിക്കണമെന്നതിനെല്ലാം കഴിഞ്ഞില്ലേ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടാ? സേവ് ദ ഡേറ്റ്, ഇതെന്തുവെന്നാണിത്? സേവ് ദ ഡേറ്റ് എന്നും പറഞ്ഞ് ഇതെന്തൊക്കെ പ്രഹസനങ്ങളാണ് കാണിക്കുന്നത്. അപ്പോഴീ പിള്ളേർക്ക്, അറിവില്ലാത്ത കൊച്ചുങ്ങൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് ആരാണ്? പാരൻസ് തന്നെയാണ്. മുതിർന്ന ബോധമുള്ള തലയ്ക്ക് സ്ഥിരതയുള്ള ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത് തെറ്റാണ്, നമ്മുടെ സംസ്കാരത്തിന് ചേരുന്നതല്ല. നമ്മൾ ഈ കേരളത്തിലാണ്, നമ്മൾ അതിൻ്റേതൊരു സംസ്കാരമുണ്ട്. നമ്മളിപ്പം പാശ്ചാത്യ സംസ്കാരം ഫോളോ ചെയ്യാൻ നമ്മൾ പാശ്ചാത്യരൊന്നുമല്ല. നമ്മൾ ഈ ഭാരതത്തിലാണ്, കേരളത്തിലാണ്. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിന്ന് പണ്ട് വള്ളത്തോൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വള്ളത്തോളിൻ്റെ ഒരു കവിത ഞാൻ പഠിച്ചിട്ടുണ്ട്. ഏത് ക്ലാസ്സിലാണെന്ന് ഓർമ്മയില്ല, ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഏതാണ് ഓർമ്മ വരുന്നില്ല കേട്ടോ. ഭാരത സ്ത്രീകൾ ഭാവശുദ്ധി, അതിലെ കുറച്ചിത് ഏതോ ഒരു മുഗൾ ചക്രവർത്തിയായിട്ട് കണക്ട് ചെയ്തൊരു കവിതയാണ്, അതിൻ്റെ ഒരു കണ്ടന്റ്, അത് വിട്ടുപോയി പോട്ടെ. അപ്പോൾ അതിൽ പറയുന്നു ഭാരത സ്ത്രീകൾക്ക് അവർക്കൊരു ഭാവശുദ്ധിയുണ്ട്, അവരുടെ പെരുമാറ്റം, അവരുടെ സംസ്കാരം, ഭാരതത്തിൻ്റേതൊരു സംസ്കാരം, ഇതൊക്കെ അവരുടെ പെരുമാറ്റത്തിലും എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ കുലസ്ത്രീയാണെന്ന് ചോദിക്കും. കുലസ്ത്രീയൊന്നുമല്ല, പക്ഷെ അത്യാവശ്യം എൻ്റെ വിചാരം അത്യാവശ്യം മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീ എന്ന് തന്നെ, അത്യാവശ്യമല്ല നന്നായിട്ട് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന് തന്നെയാണ് വിചാരം. ഈ നഗ്നത പ്രദർശിപ്പിക്കുന്നതിലൂടെ അല്ല ഒരു സ്ത്രീയുടെ ശാക്തീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിലെ സ്ത്രീകളുടെ വളർച്ച എന്ന് പറയുന്നത് നഗ്നത പ്രദർശിപ്പിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ കാണിക്കാൻ പറ്റാത്ത കാരണങ്ങളെടുത്ത് വെളിയിൽ കാണിച്ചുകൊണ്ട് നടന്നിട്ടൊന്നും അല്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ സൂക്ഷിച്ചു വയ്ക്കേണ്ട സാധനങ്ങൾ എന്തായാലും സൂക്ഷിച്ച് തന്നെ വെക്കണം. സ്വകാര്യമാക്കി വെക്കേണ്ട കാര്യങ്ങൾ സ്വകാര്യമാക്കി വെക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഫോട്ടോഷൂട്ടും എല്ലാം ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഡെലിവറി കഴിയുമ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ഉൾപ്പെടെ ഇനി വീണ്ടും ഇടും. അതിനേക്കാളും അബദ്ധം. അതെന്തൊക്കെ ഇനി കാണിക്കുന്ന ദൈവത്തിനറിയാം. അതും കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ കേൾക്കാം ഈ പാരൻസ്, ഈ കപ്പിൾസ് ഡൈവോഴ്സായി, രണ്ടും രണ്ട് വഴിക്ക് പോകുന്നു. ഇതാണ് ഈ കൂടുതൽ പ്രപഞ്ചം കാണിക്കുന്നവരാരാണെങ്കിലും കാണിച്ചു വയ്ക്കുന്ന അവസാനം കേൾക്കുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഇതാണ്, രണ്ടും രണ്ട് വഴിക്ക് അങ്ങ് പോയി എന്നൊരിതായിരിക്കും നമുക്കൊക്കെ കേൾക്കാനായിട്ട് കഴിയുന്നത്. എന്തായാലും നന്നായിരിക്കട്ടെ, നല്ലതുപോലെ ഇരിക്കട്ടെ. എല്ലാവരും നല്ല രീതിയിലൊക്കെ ചിന്തിച്ച് സമൂഹത്തിന് നന്മ ഉണ്ടാകുന്ന കാര്യങ്ങളും നന്മ ഉണ്ടാകുന്ന പ്രവൃത്തികളും ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എൻ്റെ ജീവിതം, ഇതെൻ്റെ സ്റ്റൈല്, എൻ്റെ ഫാഷൻ, ഞാൻ എനിക്കിഷ്ടം പോലെ ജീവിക്കും എന്നൊന്നും തോന്നിക്കാതെയും ചിന്തിക്കാതെയും
ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് മാത്രം നന്നായ പോലെ മറ്റുള്ളവർക്ക്, കാണുന്നവർക്കും കേൾക്കുന്നവർക്ക് അയ്യേ ഇതെന്താ എന്നിങ്ങനെ തോന്നാത്ത രീതിയിൽ പറ്റുന്നത് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സമൂഹം ഉണ്ടാവും, നല്ലൊരു എന്താണ് തലമുറ ഉണ്ടാവും ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.